ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശയ്ക്കും ഇഡലിക്കും ഉഴുന്നുവടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുന്ന സമയം ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴന്നു വരുന്ന സമയം ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്നും ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും സവാള. ആ സവാള ഒന്ന് വാടി വരുന്ന സമയം 2 ചെറിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചട്നിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതും ഇട്ടൊന്ന് വഴന്ന് വന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 നുള്ള് കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്കൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. കായപ്പൊടി ഇട്ടതിന് ശേഷം എരിക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണ്. നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും നമ്മൾ പല രീതിയിൽ ചട്നി ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. എണ്ണയൊക്കെ തെളിയുന്നൊരു പരുവം നോക്കി വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് കടുക് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടി വരുന്ന സമയം കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ തക്കാളി ചട്നി റെഡിയായി. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.